മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരോ ആരെങ്കിലും ബാറ് തുറക്കാനായി കോഴ വാങ്ങിയോ? ഈ ഒരു ചോദ്യമാണ് പ്രസക്തമായിട്ടുള്ളത്. വാങ്ങിയിട്ടുണ്ടെന്ന കാര്യത്തിൽ ആണയിട്ട് പറയുന്നു UDF. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഓരോ വെളിപ്പെടുത്തലുമായി ഓരോ നിമിഷം തോറും രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എക്സൈസ് വകുപ്പ് മന്ത്രി കള്ളം പറഞ്ഞിരിക്കുന്നു, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു, ആ മന്ത്രി പദവിയുടെ അന്തസ്സ് നശിപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ട് വേഗം തന്നെ രാജിവെച്ച് പുറത്തു പോകണമെന്ന ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കുന്നു. എന്നാൽ CPMന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ചും LDF സർക്കാർ ബാർ ഉടമകൾക്ക് വലിയൊരു വിട്ടുവീഴ്ച നടത്തിയെന്നുള്ളത് പരസ്യമായ രഹസ്യം തന്നെയാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. CPM അധികാരത്തിലെത്തുന്നതിന് മുൻപ് അവർക്കുണ്ടായിരുന്ന ഒരു ആപ്തവാക്യം, മദ്യനിരോധനമല്ല മദ്യവർജനമാണ് നയം എന്നുള്ള പ്രഖ്യാപനം. അത് ഇടതു സർക്കാർ വാക്കുകളിൽ മാത്രമാക്കുകയാണ് ചെയ്തത്. ശരിക്കും ജനങ്ങളെ വഞ്ചിച്ചു. കാരണം സംസ്ഥാനത്ത് നിലവിൽ 801 ബാറുകളുണ്ട്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം മാത്രം 97 ബാറുകൾക്ക് ലൈസൻസ് അനുവദിച്ചു. 3 സ്റ്റാറും അതിന് മുകളിലേക്കുമുള്ള ക്ലാസിഫിക്കേഷൻ നേടിയ 33 ബിയർ വൈൻ പാർലറുകൾക്ക് ബാർ ലൈസൻസ് പുതുക്കി കൊടുത്തു. ഇതുകൂടി ചെയ്തതോടെ സംസ്ഥാനത്തൊട്ടാകെ അധികമായി തുറന്നത് LDF സർക്കാരിൻ്റെ കാലത്ത് 130 ബാറുകൾ. എങ്ങനെയാണ് ഇത് സാധ്യമായത് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും LDFനെതിരെ ഉയരുന്നത്. അതിനുള്ള മറുപടി നൽകേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനും വകുപ്പ് മന്ത്രിമാരും തന്നെയാണ്. ബാർ ഉടമകളെ സഹായിക്കുന്ന യാതൊരുവിധ നിലപാടും തങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള CPMന്റെയും എക്സൈസ് മന്ത്രിയുടെയും വാദങ്ങൾ പൂർണ്ണമായും തെറ്റെന്നുള്ളത് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാനായി കഴിയുന്നുണ്ട്. 97 ബാർ ലൈസൻസ് നൽകിയതടക്കം രണ്ടാം പിണറായി സർക്കാർ ഇതുപോലെ ബാർ ഉടമകൾക്ക് കൈയയച്ചുള്ള സഹായങ്ങൾ നൽകിയിട്ടുണ്ടെന്നുള്ള വ്യക്തമായ ഒരു വാദം തന്നെയാണ് ഇപ്പോൾ സമൂഹത്തിൽ ഉയർന്നു കേൾക്കുന്നത്. അതിനുള്ള മറുപടി നൽകേണ്ടതും അതത് മന്ത്രിമാർ തന്നെയാണ്. ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് പൊതു അവധികൾ ബാധകമാക്കിയത് മുതൽ ടേൺ ഓവർ ടാക്സ് വെട്ടിപ്പ് നടത്തിയ ബാറുകൾക്ക് പോലും ഇപ്പോൾ പ്രവർത്തിക്കാനുള്ള അനുമതി നൽകുന്നത്, പ്രത്യേകിച്ചും അങ്ങനെയുള്ള ബാറുകൾക്ക് മദ്യം നൽകരുത് എന്നുള്ള നികുതി വകുപ്പ് നിർദ്ദേശത്തെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് കൈയയച്ച് സഹായിക്കുകയാണ് ഇപ്പോഴത്തെ LDF സർക്കാർ. അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ എന്നുള്ളത് മന്ത്രിമാർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. അതല്ല എങ്കിൽ എന്തിനങ്ങനെ ചെയ്യുന്നു എന്നുള്ളതും വ്യക്തമാക്കണം. കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ബാറുകൾ തന്നെയാണ് സംസ്ഥാനത്ത് മുന്നോട്ട് പോകേണ്ടത്. ബാറുകൾ പൂർണ്ണമായും അടച്ചിടാനുള്ള ഒരു നീക്കം ഒരു കാരണവശാലും കേരളം പോലൊരു സംസ്ഥാനത്ത് നടക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ അബ്കാരികളെയും വ്യവസായങ്ങളെയും ഒക്കെ തന്നെ പൂർണ്ണമായും തകർക്കണമെന്നുമില്ല. പക്ഷേ അതിനിടയിൽ പലതരത്തിലുള്ള ലാഭേച്ഛ മനസ്സിൽ കണ്ടുകൊണ്ട് പല കൃത്രിമവും അതിൽ നിന്നും കോഴയും ഒക്കെ വാങ്ങാനുള്ളൊരു ശ്രമം നമ്മുടെ സർക്കാർ നടത്തിയോ എന്നുള്ളതിൽ വ്യക്തത വരുത്തേണ്ടതാണ്. അതിൽ സുതാര്യത ഉറപ്പാക്കേണ്ടതാണ്. രണ്ടാം ബാർ കോഴ ആരോപണത്തിൽ ആകെ പ്രതിരോധത്തിലായാണ് രണ്ടാം പിണറായി സർക്കാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ ഇതിൽ വലിയ പുകിലൊന്നും തന്നെ ഇല്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് മന്ത്രിമാർ ഉറച്ചു നിൽക്കുന്നത്. പുതിയ മദ്യനയത്തെക്കുറിച്ച് പ്രാഥമിക ആലോചനകൾ പോലും നടത്തിയിട്ടില്ല. അതിനിടയിൽ ഇങ്ങനെ വിവാദമാക്കേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല എന്നാണ് എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് പറയുന്നത്. അതുകൂടാതെ ബാർ ഉടമകളെ സഹായിക്കാനായി തങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് ഓരോ പോയിന്റും എടുത്തു പറഞ്ഞ് മന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റും പുറത്തു വന്നു. എന്നാൽ ഈ കാര്യങ്ങളൊന്നും അങ്ങനെയല്ല. അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും ഗിമ്മിക്കുകൾ തന്നെയാണെന്നുള്ള കാര്യമാണ് ഇതിലൂടെ മനസ്സിലാക്കാനായി കഴിയുന്നത്.